ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ തറവാട്ടിൽ സംഗമിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലായൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇതൊരു സാധാരണ വ്ളോഗ് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒത്തുകൂടലാണ് കേട്ടോ. മനോഹരമായ ഓർമ്മകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ തറവാട്ടിലാണ് കേട്ടോ. ഞങ്ങളുടെ വല്യുപ്പയുടെ പേരക്കുട്ടികളും മക്കളെന്ന് പറയാനിപ്പോൾ ഇനി 2 എളാപ്പാർ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒപ്പം 2 അമ്മായിമാരും ഒരെളാപ്പി മരിച്ചു പോയി. എൻ്റെ വല്യപ്പാൻ്റെ മക്കളും പേരക്കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും കഴിയുന്നത്ര പേരൊക്കെ ഒന്ന് ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. എങ്കിലും മനസ്സ് ഒരുമിച്ചാൽ സമയം കണ്ടെത്താനാകുന്ന ഇന്നത്തെ ഒരു ദിവസം വീണ്ടും നമ്മൾ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചു, പഴയ ഓർമ്മകൾ പറഞ്ഞ് ചിരിച്ചു. കുട്ടികളെല്ലാം ഒന്നിച്ച് കളിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് വീഡിയോകളും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു ചെറിയ സങ്കടം മാത്രം, വീഡിയോ എടുക്കുമ്പോൾ ചിലർക്ക് നേരത്തെ പോകേണ്ടി വന്നു. അതുകൊണ്ട് എല്ലാവരെയും എല്ലാ ഷോട്ടുകളിലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പലരും സ്നേഹത്തോടെ പരാതി പറഞ്ഞെങ്കിലും ഞങ്ങളത് വീഡിയോയിൽ പെട്ടില്ല എന്നൊക്കെ പരാതി പറഞ്ഞു. ലാസ്റ്റത്തെ ഫോട്ടോയിലില്ലല്ലോ എന്നൊക്കെ പരാതിയൊക്കെ പറഞ്ഞു. സത്യത്തിൽ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു ആഗ്രഹം. ഓർമ്മയിൽ വന്നതും ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞ നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഒരുപാട് സ്നേഹം. ഇന്ന് എത്താൻ കഴിയാത്തവരെയും ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒത്തുകൂടലിൽ എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫോട്ടോസാണ് എടുക്കുക, അതിനുശേഷം ഞങ്ങൾ സംസാരിക്കാനിരിക്കുള്ളൂ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരോടൊക്കെ എനിക്ക് ചെറിയൊരു കാര്യം പറയാണ്ട്. കുടുംബം എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. പണവും ജോലിയും തിരക്കുകളും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും കൂടെ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് കഴിയുന്ന സമയത്ത് എല്ലാവരും ഒത്തുകൂടി വിശേഷങ്ങൾ പങ്കിടും, നല്ല ഓർമ്മകൾ സൃഷ്ടിക്കുക. വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഇത്തരം നിമിഷങ്ങളാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു ഒത്തുകൂടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റിൽ എഴുതണം കേട്ടോ. നിങ്ങളുടെ ഓർമ്മകൾ വായിക്കാൻ എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇതുപോലുള്ള കുടുംബവിശേഷങ്ങളും വ്ളോഗുകളും യാത്രകളും ഭക്ഷണവിശേഷങ്ങളും ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളും ഇനിയും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ബെൽ ബട്ടണും അമർത്തണം. പുതിയ വീഡിയോ വന്നാൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ അടിക്കാൻ പറയുന്നത്. എപ്പോഴും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും പിന്തുണക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും എനിക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രചോദനമാണ്. ഇവിടെ ഈ ഫോട്ടോസ് എവിടെ നിന്ന് എടുക്കുന്നുള്ള പ്ലാനിങ് നടക്കുകയാണ്. എന്നെ താത്തി ചെയ്ത് കാക്കും ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു കോണിമ പോയിട്ട് എടുക്കാമെന്ന്. ഇത് പിന്നെ ഞങ്ങളെ 2 വലിയ താത്താരാണ്. ഈ വീട്ടിലുള്ളവരെ കാണണ്ടേ. ഇതാണ് സെയ്ദക്കാക്കും വൈഫും, മറ്റേത് ഷെരീഫ താത്ത. ഷെരീഫാക്കുൻ്റെ വലിയ സിസ്റ്റർ. 3 സിസ്റ്റേഴ്സ് ഇവിടെ ഇല്ല. നൈമ സൗദിയിലാണ്, ഷമീമ താത്ത UAE-യിലാണ്, നദീർ താത്താക്ക് പിന്നെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടാപ്പൂവിൻ്റെ ചിരി കണ്ടില്ലേ? ഞാനിത് പുറത്തുനിന്ന് ജനലൊക്കെ കൂടി എടുത്തൊരു വീഡിയോ ആണ്. അവന് ക്യാമറ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ചിരിച്ച് കാണിച്ചു തരും. ഓരോരുത്തർ സംസാരിച്ചിട്ട് സംസാരം നിൽക്കണില്ല, തീരണില്ല ഓരോരുത്തർക്ക്. ഇത് നമ്മളെ നൂറുദ്ദീൻ്റെ കുട്ടാപ്പൂണ് കേട്ടോ. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കുറേ വലുതായിട്ട് ഇങ്ങനെ വീഡിയോ കാണുമ്പോഴേ അതിപ്പോൾ ഞാനാണല്ലോ എത്ര മാറ്റം ഉണ്ടായിട്ട്. അപ്പോൾ നമ്മളെ മക്കൾ തന്നെ ഇപ്പം എന്ത് മാറ്റമുണ്ട്. ഓരോ വീഡിയോസും എൻ്റെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കി അറിയാം ഓരോ മക്കളുടെ വളർച്ച. ആ കാക്കൂന് പിന്നെ എവിടെ പോയാലും കുട്ടികളെ കിട്ടും. എനിക്കും തന്നെ കുട്ടികളെ നല്ല ഇഷ്ടം. ഈ ഒരു പ്രായം കുട്ടികളുണ്ടല്ലോ, അവരെങ്ങനെ കളിപ്പിക്കാൻ നല്ല രസമാണ്. ഇനി പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായി, കുട്ടിക്കൊന്ന് പോയി നോക്കട്ടെ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ പോവാണ്, യാത്രയാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ ഊഞ്ഞാൽ വെട്ടത്. അപ്പോൾ എനിക്ക് ഊഞ്ഞാലിരുന്ന് നാടണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുട്ടിനെയും മേടിച്ച് മടിയിൽ വെച്ചു. കുട്ടിൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ആ ബിസ്ക്കറ്റും ഞാൻ കഴിച്ചു. ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോഴേ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം നിറഞ്ഞു വന്നത് വല്യാക്കൂൻ്റെ മുഖമാണ്. ഞങ്ങളോടൊപ്പം ഇരുന്ന് കളിയും തമാശയും പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ചിരുന്ന ആ സ്നേഹനിധി ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടോ. പക്ഷേ ഇന്നും വല്യാക്കും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങളുടെ മനസ്സിൽ. ഓരോ വർഷം കൂടുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മ വരും. ഓരോ കുടുംബസംഗമവും വല്യാക്കൂന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു.
കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും നിലനിർത്തണമെന്നാണ് വല്യാക്കു എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും വല്യാക്കുവിൻ്റെ സ്നേഹസ്മരണകളോടുള്ളൊരു മൊമെൻറ്റോ ദാനമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കുട്ടികൾക്കും വല്യാക്കുവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഓർമ്മക്കായി എല്ലാ വർഷവും ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾക്ക് മൊമെൻറ്റോ വിതരണം നടത്താറുണ്ട്. മദ്രസയിലും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും അവരുടെ നേട്ടങ്ങളെ ആദരിച്ചുകൊണ്ട് ഈ സമ്മാനങ്ങൾ നൽകും കേട്ടോ. ഈ പാരമ്പര്യം വല്യാക്കുവിൻ്റെ ഓർമ്മകൾ എന്നും ഞങ്ങളുടെ മനസ്സിൽ നിലനിർത്തും. ശരീരം ഞങ്ങളെ വിട്ടുപോയെങ്കിലും വല്യാക്കു നൽകിയ സ്നേഹമൂല്യങ്ങളും ഇന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഓർമ്മകളിലും വല്യാക്കു എന്നും ഉണ്ടാവും. അള്ളാഹു വല്യാക്കുവിൻ്റെ ഖബർ വിശാലമാക്കുകയും പരലോക ജീവിതം സന്തോഷപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഓർമ്മകൾക്ക് മരണമില്ല, സ്നേഹത്തിന് അകലങ്ങളില്ല. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ എൻ്റെ കാക്കു, വാപ്പിട്ടിയാപ്പ, ഞങ്ങൾ അമ്മായിമാർ, ഇവരൊക്കെ കുടുംബ ബന്ധം എപ്പോഴും ഒത്തുകൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഞങ്ങളിങ്ങനെ കൂടുന്നത് അവർക്കും ഒരു സന്തോഷമാകട്ടെ. എപ്പോഴും പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. ഞങ്ങൾക്കുള്ളതാണ്, ആകെയുള്ളതാണ് 2 ഈ എളാപ്പന്മാർ, കുഞ്ഞാപ്പാപ്പിയും കോയക്കുട്ടിയാപ്പിയാണുള്ളത്. ഇനി അവർക്ക് ആരോഗ്യത്തോടെയുള്ള ആയുസ്സിനെ നൽകട്ടെ. എന്നാലും വല്യാക്കുവിൻ്റെ ഓർമ്മകളെ ഞങ്ങളെ ഈ മക്കളുടെ ഇടയിൽ ഞങ്ങളെ വല്യാക്കു ഞങ്ങളെ വിട്ടു പിരിഞ്ഞതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. സ്നേഹബന്ധം കുടുംബ ബന്ധമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൂടണം കേട്ടോ. മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെയുള്ള ഈ ഒത്തുകൂടൽ എല്ലാ വർഷവും ഉണ്ടാക്കാനുള്ള ആരോഗ്യ ആയുസ്സും ആഫിയത്തും ദീർഘായുസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പടച്ചോൻ തരട്ടെ.
ഇനി പുതിയൊരു വീഡിയോയുമായി വരും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.